ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. LDFന്റെ ഏറെ സർപ്രൈസുകൾക്കൊടുവിൽ പുറത്തുവന്ന സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ മുതൽ BJPയുടെ അശ്വിനി എന്ന വനിതാ സ്ഥാനാർത്ഥിയോടൊപ്പം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ UDFന്റെ സ്ഥാനാർത്ഥി കല്ലട്ര മായിൻ ഹാജി വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കൊഴുത്തു മുന്നോട്ട് പോകുമ്പോഴും പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു പഴയ കണക്കുകൾ നിരത്തിയും തെരഞ്ഞെടുപ്പിന് ആക്കം കൂട്ടുകയാണ് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ. എന്തൊക്കെ അപരാധങ്ങളാണ് കാസർഗോഡ് മണ്ഡലത്തിലെ ജനങ്ങൾ LDF സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വന്ന ഷാനവാസ് പാദൂരിനെതിരെ നിരത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. പണ്ട് മുതലേ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ LDFന് പ്രസക്തിയില്ല, മത്സരം BJPയും UDFും തമ്മിൽ എന്നതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കിക്കൊണ്ട് പറഞ്ഞു വരുത്തുന്ന വലിയൊരു പ്രചാരണമാണ് ഈ UDF BJP മത്സരം എന്ന നിലയിലേക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വരുമ്പോൾ അതിന് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തി എന്നുള്ളതാണ് ശരി. 20,000-ൽ കൂടുതലുണ്ടായ വോട്ട് 28,000-ഓളമാക്കി വർദ്ധിപ്പിക്കുവാൻ INL LDF സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഏറെ സർപ്രൈസുകൾക്കൊടുവിലാണ് LDFന്റെ സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മുന്നോട്ട് വന്നത്. ആ ഷാനവാസ് പാദൂരിനെതിരെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് UDFന്റെ പക്ഷത്തു നിന്നുള്ള പ്രവർത്തകർ മുന്നോട്ട് വരുന്നത്. ഏറ്റവും ഒടുവിലായി പറയുന്നു, ഷാനവാസ് പാദൂർ പണത്തിൻ്റെ വലിയൊരു പണച്ചാക്കാണ്. ആ പണച്ചാക്കിന് മുന്നിൽ നിർത്തിയാണ് LDF കളിക്കുന്നതെന്നും LDFലെ പല നേതാക്കളും പണം കൈപ്പറ്റിയാണ് ഷാനവാസിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നൊക്കെ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളൊക്കെ കേൾക്കാൻ സ്ഥാനാർത്ഥിയോടൊപ്പമുള്ള ആളുകൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഷാനവാസ് പാദൂർ വലിയൊരു പണച്ചാക്കെന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് കല്ലട്ര മാഹിൻ ഹാജി എന്ന മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലയിൽ തന്നെ മുസ്ലിം ലീഗിനെ തന്നെ സൃഷ്ടിച്ചെടുത്ത വലിയൊരു പണച്ചാക്കിന് വലിയൊരു ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പണക്കാരനാണ് കാസർഗോഡ് ജില്ലയിൽ കല്ലട്ര മാഹിൻ ഹാജി. അദ്ദേഹത്തിന്റെ മകനാണ് മാഹിൻ ഹാജി. ആ മാഹിൻ ഹാജിയാണ് സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. എനിക്ക് തോന്നി ഈ മാഹിൻ ഹാജി വന്നിട്ടുള്ളത് ഏതെങ്കിലും ഒരു വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ്. ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ഒരാളായിരുന്നു മാഹിൻ ഹാജി. കാസർഗോട്ടെ തന്നെ ഏറ്റവും വലിയ കോടിപതി ആരെന്ന് ചോദിച്ചാൽ അതിലൊരാൾ മാഹിൻ ഹാജിയാണ്. കണ്ട സ്വത്തിനോട് അദ്ദേഹത്തിന് പോലും അറിയില്ല അദ്ദേഹത്തിന് എത്രമാത്രം സ്വത്തുക്കൾ ഉണ്ടെന്ന്. പലരും ആ സ്വത്തുക്കൾ വിൽപ്പനയ്ക്ക് കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എനിക്ക് ഇവിടെയൊക്കെ സ്വത്തുണ്ടെന്ന് അറിയുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലിയ പണച്ചാക്കായ മാഹിനാജി UDFനൊപ്പം നോക്കുമ്പോൾ ഈ മാഹിനാജി UDF നേതാക്കന്മാർക്ക് എത്ര കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാഹിനാജിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുന്ന പ്രവർത്തകന്മാർ എത്ര ലക്ഷം വീതം കൈവറ്റിയിട്ടുണ്ട്, കൂടെ നടക്കുന്ന സിംഗിളുകൾക്ക് എത്ര ലക്ഷം കൊടുത്തിട്ടുണ്ടാവും. എന്തിനധികം പറയുന്നത് നിലവിലെ MLA ആയിരുന്ന എന്നെ നെല്ലിക്കുന്നിനും MP ആയിട്ടുള്ള ഉണ്ണിത്താഴിനടക്കം എത്ര കൊടുത്തിട്ടായിരിക്കും മാഹിനാജി ഈ സീറ്റ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് സ്റ്റേറ്റ് കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും എത്ര കോടികൾ മാഹിനാജി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഹിനാജി എന്ന വലിയൊരു പണച്ചാക്ക് മുമ്പിലിരിക്കുമ്പോൾ ആ മാഹിനാജിയെ മറച്ചു വെച്ചിട്ട് ഷാനവാസിന്റെ പണത്തിന് പിന്നാലെ പോകുന്നതിന് ചെറുവികാരം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഉൾഭയം, ഈ ഭയം പുറത്തേക്ക് വരുന്നതിന്റെ സൂചനയാണ്. ഷാനവാസിന് നിരന്തരമായിട്ട് ഇങ്ങനെ വ്യാജപ്രചരണം നടത്തി മുന്നോട്ട് പോകുന്നത്. ഷാനവാസ് പണക്കാരനായിരിക്കാം, അദ്ദേഹത്തിന് ജീവിത സൗഭാഗ്യം ഉണ്ടായിരിക്കാം. പക്ഷെ അതിലേറെ സൗഭാഗ്യത്തോടു കൂടി വെള്ളക്കരണ്ടിയിൽ പൊന്നിന് ഊഞ്ഞാലിൽ ആടി ജീവിച്ചു വന്ന ഒരാളാണ് മാഹിനാജി. ആ മാഹിനാജിനെ ഒപ്പം നിർത്തിയിട്ട് നിങ്ങളുടെ കാലിൽ 2 മന്ദം വെച്ചിട്ട് മറ്റൊരാളുടെ കാലിൽ 1 മന്ദിനെ പരിഹസിക്കുന്നത് പറയുമ്പോൾ ചിരിയാണ് യഥാർത്ഥത്തിൽ വരുന്നത്. ഇതൊക്കെ തോൽവി ഭയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്ന് പറയാം. മറ്റൊന്ന്, മത്സരം BJPയും UDFുമാണ് ഇന്ന് തമ്മിൽ വലിയ പ്രചാരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ